എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരു അവസ്ഥയായപ്പോ ഈ മനോഹറിന്. കാരണം കൃത്യം വന്ദന വിളിക്കണ സമയത്ത് സരു ആ ഫോൺ കയ്യിലെടുക്കണം. പെട്ടെന്ന് സരു ചോദിച്ചു, അല്ല ആരം ആ മനുവേട്ട ഈ സമയത്ത് വിളിക്കണം നിൽക്കുക. അല്ല അത് പിന്നെ ഞാൻ ഏതോ ഒരു പെൺകുട്ടിയാന്ന് തോന്നലോ ആ ഫോട്ടോ കണ്ടിട്ട്. അത് പിന്നെ മോളെ ഇന്റർവ്യൂവിന് കുറെ പെൺകുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും. എന്നാലും അവൾമാരോടൊക്കെ ഈ രാത്രിയിലല്ലോ വിളിക്കാൻ പറഞ്ഞേ. രാവിലെയോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും സമയത്ത് വിളിക്കാൻ പറഞ്ഞിട്ട് ഈ സമയത്താണ് വിളിക്കുന്നത്. അതാ മോള് ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് വിട്ടേന്ന് പറയാം. ഓ, ഞാൻ ഓർത്തു ആരായിരിക്കും എന്ന് ഓർത്തു. മനുവേട്ടാ, ഇതേ ഈ പെൺകുട്ടികളായിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. അയ്യേ, ഇതെന്താ മോള് ഇങ്ങനെയൊക്കെ പറയണേ? പെൺകുട്ടികളോ? അവരെ പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഞാനല്ലേ. പക്ഷേങ്കില് ഞാൻ അത്രക്കാരനൊന്നും അല്ല കേട്ടോ. മോള് എന്നെ കുറിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നേ. ഏ, അങ്ങനെയല്ല മനുവേട്ടാ. ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടികളൊക്കെ എത്രക്കാരൊന്നും പറയാൻ പറ്റില്ല. എല്ലാരും നല്ലവരൊന്നും ആയിരിക്കില്ലെന്നേ. അതോർത്തിട്ടാണ് മോളു. അതെ, എന്റെ മോളുവിനെ വിട്ടിട്ട് ഞാൻ എതിരോടെങ്കിലും പോകുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. എന്റെ മോള് കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ വേറെ ആരും ഉള്ളൂ. അത് മോളിന് അറിയാവുന്ന കാര്യമല്ലേ. അതല്ലേ ഞാൻ മോളുവിനെ എപ്പോഴും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കൂടെ തന്നെ നിക്കണേന്നൊക്കെ പറയണം. ഇത് കേട്ടതും സരി ഒരടിയും കൂടെ പൊങ്ങി. പിന്നീട് ചോദിച്ചു, അല്ല മനുവേട്ടാ, ഈ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എന്നെ എന്തുകൊണ്ടാ ഒന്ന് കൊണ്ടാത്തെ? ഞാനും വരട്ടേന്ന് ചോദിക്കുക. പെട്ടു ദൈവമേ, ഇപ്പൊ എന്തു മറുപടി പറയും? മോളു ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇന്റർവ്യൂവിന് പോയ മോളിന് വട്ടാവും. മോൾ അവിടെ ഇരുന്ന് മുഷിയും. അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുപോവാത്തെ. എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാ കൊണ്ടാത്തെ. അല്ലാതെ മോളോട് ഇഷ്ടക്കുറവുള്ള ഉള്ളത് കൊണ്ടല്ലെന്ന് പറയണം. പണ്ടാരൊന്നും ഉറങ്ങണമില്ല. എങ്ങനെയൊന്ന് ഉറങ്ങുമായിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയത് എന്നൊക്കെ കരുതിയിട്ട് മനോഹർ അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് കിരണിന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കല്യാണി ഇരിക്കുകയാണ്. പിന്നീട് കല്യാണി പറഞ്ഞു, എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിനൊരു സുഖമില്ല എന്ന് പറയണം. അതെന്താ കല്യാണി? അത് പിന്നെ മറ്റൊന്നും അല്ല കിരണേട്ടാ, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടാവുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയണം. അങ്ങനെ നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോയേക്കാം നമുക്ക്. പിന്നെന്താ കുഴപ്പം? അതാണ് ഇപ്പൊ പ്രശ്നം എന്ന് ചോദിക്കാം. അല്ല, അറിയാലോ, എന്റെ അച്ഛനാണെങ്കിലും ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനാണെങ്കിലും എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. അവരെയൊക്കെ വെല്ലുവിളിച്ചല്ലേ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയണേ. ഓ, അതാണോ കാര്യം? അക്കാര്യത്തിൽ മോളിന് ഒരു വിഷമവും വേണ്ട കേട്ടോ. മോള് ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കില്ല. രാവിലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കാം പറഞ്ഞുകൊണ്ട് കിരൺ പതുക്കെ കല്യാണീനെ അങ്ങനെ നെഞ്ചിലേക്ക് കിടത്തുവാണ്. ഈ സമയം രാഹുലിന് ഉറക്കമില്ലായിരുന്നു. രാഹുല് ഗുണ്ടാമുരുകനുമായിട്ട് കമ്പനി കൂടുകയാണ്. മുരുകനോട് പറഞ്ഞു, മുരുക അറിയാലോ, എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ കിരണിന്റെ കാര്യത്തില്. സാറേ, സാർ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ കൂടെയുള്ളേ. ഇതിനു മുമ്പ് ഇതുപോലെ പലതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിസ്സാരമല്ലേന്ന് ചോദിക്കും. അതെ, തനിക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ലതെന്ന് പറയണം. എന്തിനാ സാറേ സാറ് വിഷമിക്കണേന്ന് ചോദിക്കണം. എടാ മുരുക, നീ ഉദ്ദേശിക്കുന്ന പോലല്ല. ഇതേ ഇവനെ തീർത്തിട്ട് വേണം എനിക്ക് ഒരുത്തനും കൂടെ ഉണ്ടെന്ന് പറയണേ. ഇനിയും ഉണ്ടോ സാറിന്റെ കസ്റ്റഡിയുടെ ആൾക്കാർ ഉണ്ടോന്നോ? ഒരുത്തനും കൂടെ ഉണ്ട്, അവനെയും കൂടെ അങ്ങ് തീർത്തേക്കണം. അവനെനിക്ക് വലിയ ശല്യമായി തീർന്നിരിക്കുക. ആരാ? ആ ചന്ദ്രസേനാണോന്ന് ചോദിക്കുക. സേനൊന്നും അല്ല, അവനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരുത്തനാ. അവനെ വേണം ആദ്യം ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാന്. എങ്കിൽ മാത്രം എന്റെ മോള് രക്ഷപ്പെടുവുള്ളെന്ന് പറയാം. സാറേ, സാറ് ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ഈ മുരുകൻ ഒരു കാര്യം ഏറ്റെടുത്ത തന്നെയാന്ന് പറയണ. അങ്ങനെ രാഹുൽ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. പിന്നീട് ഭയങ്കര ടെൻഷൻ അടിച്ച് മനോഹർ കിടക്കുവാണ്. ഓ, കുറെ സമയം കഴിഞ്ഞു. പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ സരയു ഉറക്കം പിടിച്ചു. രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് മനോഹർ പതുക്കെ എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് ഫോണും എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വന്നിട്ട് നേരെ വിളിക്കുന്നത് വന്ദനേനെയാണ്. വന്ദനയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉറങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഈ സമയം വന്ദന പറഞ്ഞു, ഉറങ്ങി കിടന്നായിരുന്നു പറയാം. ഇപ്പൊ ഒന്ന് വീഡിയോ കോൾ വരാൻ പറ്റുമോന്ന് ചോദിക്കണം. ഓ, ഈ നാശം പിടിക്കും പണ്ടാരക്കാലൻ ഒന്ന് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കുമല്ല. പിന്നീട് വന്ദന പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ സെറ്റായിട്ട് വരുവാണ്. അങ്ങനെ വീഡിയോ കോൾ വന്നു. വീഡിയോ കോൾ വന്നിട്ട് പറഞ്ഞു, അല്ല മോള് ഉറങ്ങിയാലും ചോദിക്കാം. ഞാൻ കിടന്നായിരുന്നു. എന്നിട്ട് മോളുവിനെ കാണാൻ എന്ത് ഭംഗിയാ, എന്തൊരു സൗന്ദര്യ, കണ്ണെടുക്കാൻ തോന്നില്ല. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ലായിരുന്നു. മോളിൽ നിന്ന് കണ്ടതിന് ശേഷം എന്റെ മനസ്സിലേക്ക് മോളിന്റെ രൂപമായിരുന്നു വന്നിരുന്നത്. ശരിക്കും സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ. സംസാരിക്കാനും കൂടെ പറ്റുമായിരുന്നെങ്കിലും മോളിനെ ആൾക്കാർ കൊത്തിയെടുത്തോണ്ട് പോയനെന്നൊക്കെ പറയണം. അങ്ങനെ വന്ദനയെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആ സമയം വരും മനസ്സിൽ പറയാം, എടാ ദുഷ്ടാ, നിനക്ക് രാത്രി പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? മനുഷ്യനാണ് ഉറക്കം വന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല ഇവിടെ. പിന്നെ നീയല്ലേ ആള്, നിന്നെ ഇത്രയും കൂടെ സൂപ്പിച്ചേക്കാം. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ ഉദ്ദേശിക്കലെ കാര്യം നടക്കുള്ളൂ എന്നൊക്കെ വരുൺ മനസ്സിൽ പറയണം. എന്താ മോളും എന്താ ആലോചിക്കണേ നിൽക്കും. ഒന്നുമില്ല. അല്ല, രാത്രി വിളിച്ച് മോൾക്ക് ശല്യമാന്ന് ചോദിക്കും. എനിക്ക് ശല്യമൊന്നും ആയില്ല എന്ന് പറയാം.
സന്തോഷമായി. എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നൊക്കെ പറയണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് ശാരി വരുന്നേ. ശാരി കേട്ടി പറയുന്നതല്ല. ശാരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവൻ എത്രത്തോളം പോകുന്നറിയാൻ വേണ്ടി. അങ്ങനെ കുറേ സമയമായി വർത്താനം കേട്ടോണ്ടിരിക്കണേ. അവസാനം ഫോൺ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വന്ദന കണ്ട് ഫോണിൽ കൂടെ ശാരി പുറകെ നിൽക്കുന്നേ. പെട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കാൻ പറയണം. ആരാ മോളു നോക്കാൻ പറയണം. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശാരി അവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ അതോണോ, അതെന്റെ ആന്റിയാ. എന്നാൽ ശരി മോളു, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് നേരെ ശാരിയുടെ അടുത്തേക്കല്ലോണ് മനോഹരം. ശാരി ചോദിച്ചു, ആഹാ അപ്പൊ നീ പുതിയ മേച്ചിൽപ്പുറം വീണ്ടും തേടിയല്ലേടാ ദുഷ്ടാന്ന് ചോദിക്കാണ്. ദുഷ്ടനാ ഞാനാ? ഞാൻ എന്തൊരു പാവം ആ ശാരിന്ന് ചോദിക്കാണ്. പാവം പോലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ നിനക്ക് നാണമില്ലടാ ഇങ്ങനെ പെൺകുട്ടികളെ വിളിച്ച് ചതിക്കാന്ന് ചോദിക്കുക. നാണോ? ഞാൻ അതിനെ നാടിക്കണം. എന്റെ തൊഴിൽ തന്നെ ഇതായി പോയില്ലേന്ന് ചോദിക്കുക. അതെ ഞാൻ ഇവിടുന്ന് പോയാനും, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് തരാന്നേറ്റ പൈസ തന്നില്ല. എന്തി പറ്റി നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യാന്ന് ചോദിക്കണം. അങ്ങേരെ എത്തിയിട്ടും കൂടെ ഇല്ല. അങ്ങേരെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ അങ്ങേരുടെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് നിനക്കൊരു പ്രതീക്ഷ വേണ്ട. അങ്ങേര് ഇപ്പൊ വീട്ടിൽ പോലും നേരം വേണം വരുന്നില്ല. അപ്പോഴാണ് നിനക്ക് പണം കിട്ടാനായിട്ട് പോന്നെ. ഉള്ള നേരത്തെ സ്ഥലം കളിയാക്കണം, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയാം. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അങ്ങനെ പണം കിട്ടാതെ പോകാനോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം. മുമ്പ് അയാൾ പണം കൊണ്ട് എനിക്ക് വന്നതാ, പക്ഷെ രണ്ടു കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നാ പണം കിട്ടുവാൻ ഞാനങ്ങോട്ട് പോയാനും. പക്ഷെ എനിക്ക് തോന്നേ അയാൾ ആരോടോ പറഞ്ഞിട്ട് അയാൾ ഏൽപ്പിച്ച ഗുണ്ടകളെ തന്നെയാ ആ പണം തട്ടിക്കൊണ്ട് പോയെന്നാ തോന്നേ. എനിക്കിട്ട് പാര പണിയാൻ നോക്കി, പക്ഷെ എങ്കിലും എനിക്കിട്ട് അത് ഏശിയില്ലെന്ന് പറയണം. നിങ്ങളുടെ മോളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അയാളോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിത്താ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം. ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ മോളെ ഞാൻ നശിപ്പിക്കുന്നു പറയണം. ഇതൊക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിക്ക് വല്ലാത്ത ദുഃഖമായി പോയി. വിഷമത്തോടെ ശാരി അങ്ങോട്ടേക്ക് കയറി പോവാണ്. മനോഹർ സന്തോഷത്തോടു കൂടിയിട്ട് മുറിയിലേക്കും പോവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ക്ഷേത്രത്തിലേക്ക് പോവാണ് കിരണും കല്യാണിയും കൂടെ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് കല്യാണി പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ രാപത്തിലും പെടുത്താതെ കിരണേട്ടനെ കാത്തോളനെ എന്നൊക്കെ പറഞ്ഞ് മനോരി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പം തിരുമേനി പ്രസാദമായിട്ട് വന്നു. കുറച്ച് ദിവസം ആയില്ല കണ്ടിട്ടെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞത് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല തിരുമേനി എന്ന് പറയാം. പിന്നീട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കാഴ്ച കാണുന്നേ. അങ്ങോട്ടേക്ക് പ്രകാശം വരുന്നു. പ്രകാശനെ കണ്ടത് കല്യാണി പറഞ്ഞു, ഇതേ വരുന്നുണ്ട് അങ്ങേരെന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി അങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രകാശം വന്ന് രണ്ടുപേരും കൊണ്ട് രാവിലെ അമ്പലത്തിലേക്ക് വന്നായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കിരണൊന്നും മിണ്ടിയില്ല. പിന്നീട് കല്യാണി നിങ്ങളോ, നിങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ലല്ലോ എന്ന് പറയാം. അത് പിന്നെ പതിവില്ലാത്ത പലതും സംഭവിക്കുമ്പോളെ, കാരണം എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ് എത്രമാത്രം വലുതാന്നുള്ള കാര്യം. എനിക്ക് മാത്രമല്ല എന്റെ മോനും മനസ്സിലായെന്ന് പറയാണ് വിക്രത്തിന്. അവന് നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേന്ന് ചോദിക്കാം. മോള് വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതിലെ ഓരോ ക്ഷേത്രങ്ങളിൽ കൂടി പോയി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ തന്നെയാണെങ്കിൽ അപ്പുറമുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാന്ന് പറയണം. ഹനുമാൻ ക്ഷേത്രത്തിൽ? അതെ, അവിടെ പോയി ശയനപ്രദക്ഷിണം കൂടെ നടത്തിയിട്ടാ വന്നേ. ഓഹോ അങ്ങനെയാണോ? അവിടെ മാത്രമല്ല മഹാദേവന്റെ ക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് അറിയത്തില്ലാത്ത മഹാദേവന്റെ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തിയിട്ടുണ്ടെങ്കിൽ മുട്ടേല അതിന്റെ കായ്മുട്ടേലത്തെ പാടൊക്കെ കാണും. ചിലപ്പോൾ ചോര പിടിയുന്നുണ്ടായിരിക്കും. ഇത് കാണിച്ചെന്ന് പറയണം. പ്രകാശം പെട്ടു. പ്രകാശൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സമയം കല്യാണി പറഞ്ഞു, അതെ അമ്പലത്തിന്റെ മുന്നേ ഇങ്ങനെ നിന്നെങ്കിലും ഇതുവരെ കള്ളത്തരം പറയാതിരിക്കുക. നിങ്ങളെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേന്ന് പറയണം. ഇതാണ് പ്രകാശം പറഞ്ഞു, വിശ്വസിക്കണ്ട, ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു പറയണം. കിരൺ പറഞ്ഞു, പിന്നെ നിങ്ങൾ അടുത്ത പ്ലാനും പത്തേലോട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും. ആരെയും കൊല്ലാനുള്ള പ്ലാനായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്നാ നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടെ ക്ഷേത്രത്തിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് പ്രകാശം പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ അതെ എത്രയും പെട്ടെന്ന് തന്നെ ആ കിരണിനെ അങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു വിടണേ. രാഹുൽ ഏർപ്പാടാക്കുന്ന ഗുണ്ട അവനെ പീസ് പീസ് ആക്കി വിടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം കല്യാണിന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അയാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് വ്യക്തമായ കാരണം കാണും. തന്റെ മനുവേട്ടനോ തനിക്കോ എന്തെങ്കിലും സംഭവിക്കോ ആ ഒരു ചിന്തയെ കല്യാണിയെ വല്ലാതെ അങ്ങോട്ട് ഉലയ്ക്കുവാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.